കേരളത്തിന്റെ തെക്കുഭാഗത്തുള്ള ജില്ലയാണ് കൊല്ലം. ആംഗലേയ ഭാഷയിൽ മുൻപ് കീലോൺ എന്ന് വിളിച്ചിരുന്നുവെങ്കിലും സർക്കാർ ഉത്തരവ് പ്രകാരം ഇപ്പോൾ ആംഗലേയത്തിനും കൊല്ലം എന്ന് തന്നെയാണ് വിളിക്കുന്നത്. തെക്ക് തിരുവനന്തപുരം ജില്ലയും വടക്ക് പത്തനംതിട്ട ജില്ലയും ആലപ്പുഴയും കിഴക്ക് തമിഴ്നാടും പടിഞ്ഞാറ് അറബിക്കടലുമാണ് കൊല്ലത്തിന്റെ അതിരുകൾ. കശുവണ്ടി സംസ്കരണത്തിനും കയർ നിർമ്മാണവുമാണ് ജില്ലയിലെ പ്രധാന വ്യവസായങ്ങൾ. കൊല്ലത്തിന്റെ ഏകദേശം 30% ഭാഗം അഷ്ടമുടി കായലാണ്. ഇന്ത്യയിലെ പ്രശസ്തമായ ഇംഗ്ലീഷ് വാരിക ഇന്ത്യ ടുഡേ കൊല്ലം ജില്ലയെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ജില്ലയായി തെരഞ്ഞെടുക്കുകയുണ്ടായി. നിയമപരിപാലനവും സാമൂഹിക സൗഹാർദ്ദവും മാനദണ്ഡമാക്കിയായിരുന്നു അന്ന് ആ തെരഞ്ഞെടുപ്പ് നടന്നത്. ഇന്ത്യയിലെ ഏറ്റവും പൊക്കമുള്ള രണ്ടാമത്തെ വിളക്കുമാടം സ്ഥിതി ചെയ്യുന്നത് ഈ ജില്ലയിലെ തങ്കശ്ശേരിയിലാണ്. തെന്മല, ജടായുപ്പാറ, പരവൂർ, പാലരുവി വെള്ളച്ചാട്ടം, പുനലൂർ, മൺട്രോത്തുരുത്ത് തുടങ്ങിയവ ഇവിടുത്തെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ്. തിരുവിതാംകൂർ രാജ്യം നിലനിന്നിരുന്നപ്പോൾ അതിൻ്റെ വാണിജ്യ തലസ്ഥാനം കൊല്ലമായിരുന്നു. കൊല്ലത്തിനും പുനലൂരിനും മധ്യ നിർമ്മിച്ച മീറ്റർ ഗേജ് ലൈനായിരുന്നു തിരുവിതാംകൂറിലെ ആദ്യത്തെ തീവണ്ടിപ്പാത. രാജ്യത്തിൻ്റെ ഇതര ഭാഗങ്ങളിലേക്ക് റോഡ്, റെയിൽ ബന്ധങ്ങളും സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. ക്രിസ്തുവർഷം 851 കേരളം സന്ദർശിച്ച അറബി സഞ്ചാരിയായ സുലൈമാന്റെ വിവരണങ്ങളിലാണ് കൊല്ലത്തെപ്പറ്റി ആദ്യമായി പരാമർശിക്കപ്പെട്ടിരിക്കുന്നത്. പ്രാചീന ശാസനങ്ങളിലും ചെപ്പേടുകളിലും പട്ടയങ്ങളിലും കൊല്ലത്തെപ്പറ്റി സൂചനകളുണ്ട്. വേണാട് തലസ്ഥാനമായ കൊല്ലം പഠനത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഒരു വലിയ കേന്ദ്രമായിരുന്നു. ദക്ഷിണേന്ത്യയിലെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും പണ്ഡിതർ ഈ സാംസ്കാരിക പെരുമ മൂലം ഇവിടേക്ക് ആകർഷിക്കപ്പെട്ടു. മാർക്കോ പോളോ ചൈനീസ് ചക്രവർത്തി കുബ്ലേ ഖാന്റെ ഔദ്യോഗിക യാത്രികനായി ഇന്ത്യ സഞ്ചാരത്തിനിടയിൽ ക്രിസ്തുവർഷം 1275 കൊല്ലം സന്ദർശിച്ചുവെന്നും ചരിത്രരേഖകൾ പറയുന്നുണ്ട്. ചരിത്രപരമായി പ്രാധാന്യമുള്ള രണ്ട് മധ്യകാല സാഹിത്യ ഗ്രന്ഥങ്ങളായ ലീലാതിലകവും ഉണ്ണുനീലി സന്ദേശവും 14-ാം നൂറ്റാണ്ടിലെ കൊല്ലത്തിൻ്റെ സംഭാവനകളാണ്. സന്ദേശകാവ്യമായ കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ്റെ മയൂര സന്ദേശത്തിലും കൊല്ലം നഗരത്തിൻ്റെയും ഭൂപ്രദേശങ്ങളുടെയും അത്യാകർഷകമായ വർണ്ണനകൾ ധാരാളമുണ്ട്. കേരളത്തിൻ്റെ കലാ സാംസ്കാരിക പെരുമ കടൽ കടത്തിയ കഥകളിയുടെ മുൻ രൂപമായ രാമനാട്ടത്തിൻ്റെ ജന്മദേശവും കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയാണ്. 1891 പറവൂർ കേശവനാശൻ സ്ഥാപിച്ച സുജനാനന്ദിനിയുടെ പ്രസാദനത്തോടെ പത്രപ്രവർത്തന രംഗത്തും കൊല്ലം സാന്നിധ്യമറിയിച്ചു.